ഇങ്ങനെയുള്ള ചൂട് വാർത്തകൾ അങ്ങനെയുള്ള ആളുകളെ മസാല ചേർത്ത് അവരെവിടെ നേരം കൊണ്ടുവന്ന് വെച്ചിരിക്കും. ഇപ്പൊ താങ്കളും ഞാനും ഒക്കെ ഈ സംസാരിക്കുന്നതിന്റെ കൂടെ ചിലപ്പോ എന്റെ തല നിങ്ങളുടെ മണ്ടയിൽ വെച്ചിട്ട് നിങ്ങളുടെ തല വേറെ ഒരാൾക്ക് വെച്ചിട്ട് ഇതാക്കാനുള്ള സംവിധാനം, മാല ഇട്ടാൽ അത് എടുപ്പിക്കാനുള്ള സംവിധാനം വീഡിയോയിലുണ്ട്. അപ്പൊ ഈ യുഗത്തിൽ എന്തും സംഭവിക്കാവുന്നതുകൊണ്ട് അക്കൂട്ടത്തിൽ ഒരു വാർത്ത, ആ അർത്ഥമേ ഈ വലിയ വാർത്തയ്ക്കൊക്കെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒത്തിരി നമ്മളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു കിടക്കുക. സാധാരണ ജനം ഇതറിയുന്നില്ല. അന്നേരം ഇനിയും പാസ്റ്ററിന്റെ ശേഷമുള്ള ആയുസ്സും പൂർണ്ണസമയം കർത്താവിന് വേണ്ടി കർത്താവിന്റെ വേലയിൽ വ്യാപൃതനായിട്ട് ഇരിക്കാനുള്ള ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഞാൻ എപ്പോഴും സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കും എന്ന ഒരു തീരുമാനമുണ്ട്. എന്നാൽ സുവിശേഷ വേല എന്ന് പറയുന്നത് ഒരു സഭയ്ക്കകത്ത് ഒതുങ്ങി നിൽക്കുന്നതാണെന്ന് ഞാൻ ധരിക്കുന്നില്ല. ഞാൻ ചെയ്യുന്നത് ഒരു പെന്തിക്കോസ്തുകാരെയും ആത്മീയമായി ഉയർത്താൻ എൻ്റെ സമയം എടുക്കുന്നില്ല. ക്രിസ്ത്യാനി ആരെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നവരെ, ഹിന്ദുക്കളെ, മുസ്ലിങ്ങളെ, ഞാൻ മുസ്ലിങ്ങളെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്, ബാക്കിയല്ല ഹിന്ദുക്കളെ സ്നാനപ്പെടുത്തിയത്. കേരളത്തിൽ വന്ന് സ്നാനപ്പെടുത്തിയിട്ടുള്ളത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ബൈബിൾ കോളേജിൽ പഠിക്കാമെന്ന ഹിന്ദിക്കാരെയാണ്. കാരണം അവരെ ഞാൻ ആകെ ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യം, യേശു ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ ഒരു യാക്കോബക്കാരൻ എന്നും കുർബാന കാണുന്ന കത്തോലിക്കനെ, കുർബാന കാണുന്നവനെ കർത്താവിനെ കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവ് തിരിക്കേണ്ടതാണ്, അവിടെ തിരിച്ചുകൊണ്ട് വരും. അതേ സമയത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ചോ ബൈബിളിനെ കുറിച്ചോ അറിഞ്ഞുകൂടാത്തവരോട് പറഞ്ഞാൽ അത് പ്രയോജനം ചെയ്യും. അവരുടെ പ്രതികൂല, ഞാൻ ഒരു ഇൻസിഡൻറ്റ് പറയുന്നത് സമയമുണ്ടെങ്കിൽ പറയാം. ഞാൻ ഹിമാചലിൽ കൂടി ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. 30-ൽ പരം ഭാഷന്മാരുടെ ഒരു മീറ്റിംഗ് സ്ഥലത്ത് വെച്ചു. ഒരു ബൈക്കിൽ എന്നെ കൊണ്ടുവന്നാണ് തീരുമാനിച്ചു. ബൈക്കിന് കേടായി. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ ബൈക്ക് എടുത്തിട്ട് അതും സ്റ്റാർട്ടാകുന്നില്ല. ഇപ്പം ഞാനൊരു ബസ്സിൽ കയറേണ്ടി വന്നു. ആ ബസ്സിലിരിക്കുമ്പോൾ എൻ്റെ തൊട്ട് മുമ്പിലിരിക്കുന്ന സ്ത്രീ ക്ലീനറോട് പറഞ്ഞു, ഒരു 20 കിലോമീറ്റർ കഴിഞ്ഞ് ഒരു അമ്പലമുണ്ട്, അവിടെ ചെല്ലുമ്പോൾ എന്നെ ഒന്ന് ഇറക്കണമെന്ന്. അപ്പോൾ ഇത് കഴിഞ്ഞ് അവർ തന്നെത്താൻ സംസാരിക്കുന്നു. അയാളെ കണ്ടായിരുന്നതിൽ എൻ്റെ ഭർത്താവിൻ്റെ കുടി ഒന്ന് തീർന്നിരുന്നെന്ന് വരികയില്ല, കൊച്ചുങ്ങളുടെ പ്രശ്നം ഒന്ന് മാറിയിരുന്നെങ്കിൽ, കർത്താവെ പൂജാരിയെ കാണണമെന്നും പറഞ്ഞ് അവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ആ സ്ത്രീയെ പുറകിൽ നിന്ന് സംസാരിച്ചു. യു ആർ ഗോയിങ് ടു മീറ്റ് എ പണ്ഡിറ്റ്, ഈസ് ഇറ്റ് കറക്റ്റ്? അവിടെ ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ ഫ്ലുവൻ്റ് ആയിട്ട്. ഇവരൊരു കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആയതുകൊണ്ട് പിന്നീട് മനസ്സിലായി. ഒരു തിരിച്ചിട്ട്, ആർ യു എ ഫാദർ? യെസ്, ഐ ആം എ ഫാദർ ഓഫ് 3 children. ആർ യു ജോക്കിംഗ്? നോ, ദിസ് ഈസ് റിയാലിറ്റി. ഐ തോട്ട് യു ആർ എ കാത്തലിക് പ്രീസ്റ്റ്. നോ, ഐ ആം എ പാസ്റ്റർ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട്, നിങ്ങൾ പറഞ്ഞത് ഹിന്ദിയിൽ എന്നോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് ഒന്നുകൂടെ പറയാമോ? ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ല, പറയാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. യു ആർ ഫേസിങ് സോ മെനി പ്രോബ്ലംസ്. പണ്ഡിറ്റ് വിൽ നോട്ട് ബി ദയർ. യു വിൽ ഗെറ്റ് എ കപ്പ് ഓഫ് ടീ ആൻഡ് 1 ബിസ്ക്കറ്റ്. ഇങ്ങനെ ഞാൻ പറഞ്ഞവരോട്. അപ്പോൾ അവർ തിരിഞ്ഞപ്പോഴാണ് എന്നെ ശരിക്ക് നോക്കിയത്. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഞാൻ നിങ്ങളെ എങ്ങനെ വിളിക്കും? എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ തരാമെന്ന് പറഞ്ഞു. മൊബൈൽ നമ്പർ കൊടുത്തു. ഞാൻ ഇറങ്ങിയ സ്ഥലം കഴിഞ്ഞാണ് അവരിറങ്ങിയത്. ഞാൻ ഇറങ്ങി, യാത്ര ചോദിച്ച് ഇറങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് അവരെന്നെ വിളിച്ചു. വാട്ട് യു ടോൾഡ് ഈസ് അബ്സല്യൂട്ട്ലി കറക്റ്റ്. ഐ ഗോട്ട് 1 ബിസ്ക്കറ്റ് ഇൻ എ ഹാൻഡ്, നോട്ട് 2 ബിസ്ക്കറ്റ് ഇൻ എ പ്ലേറ്റ്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവത്തോട് ഞാൻ ചോദിച്ചാണ്. കേട്ടോ, ഇന്ന് എൻ്റെ വീട്ടിലൊന്ന് വരുമെന്ന് ചോദിച്ചു. എവിടെയാണ് വീടെന്ന് ചോദിച്ചു. ഒരു വഴി പറഞ്ഞു, ഞാൻ പോകേണ്ട വഴി കൂടെ, എനിക്ക് തിരിച്ചു പോകേണ്ട വഴിയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ 4 മണി കഴിഞ്ഞ് വേണേ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ 4 മണിക്കുള്ളിൽ ഒരു ഹിന്ദി ബൈബിള് സംഘടിപ്പിച്ചു. അവിടുന്ന് കാശ് കൊടുത്ത് ഒരെണ്ണം വാങ്ങിച്ചു. അവിടെ പാസ്റ്റർമാരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ 4 മണി സമയത്ത് 5 മണിക്ക് ഇടയ്ക്ക് അവിടെ ചെന്നപ്പോൾ
നല്ല തണുപ്പുള്ള നവംബർ മാസത്തിലാണ്. വലിയ ഒരു കൊട്ടാരം, ഹിമാചലിലെ നാഷണൽ ഹൈവേയുടെ അടുത്തുള്ളൊരു വലിയ കൊട്ടാരം. ഇപ്പം ഞാൻ മൊബൈലിൽ വിളിച്ചു, ഐ ആം ഹിയർ, വേർ യു ആർ. യു ആർ വെയർ. കാരണം ഞാൻ ഇട്ടിരുന്ന സ്വെറ്റർ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ചുമന്നതായിരുന്നു, ഞാൻ അവരെ കാണുമ്പോൾ അത് കറുത്തതായിരുന്നു. യു ആർ റെഡ് നൗ ഇറ്റ് ഈസ് ബ്ലാക്ക്, അറിയൂ. കാരണം ഞാൻ തിരിച്ചിട്ടതാ, എൻ്റെ മോളെ കുവൈറ്റിൽ നിന്ന് കൊണ്ടുവന്ന സ്വെറ്റർ ആയതുകൊണ്ട് തിരിച്ചിട്ട് 2 കളറുള്ള. ഏതായാലും കൊള്ളാം. അവിടെ ചെന്നു, ഭർത്താവ് അവിടെ ഇല്ല. ഞാൻ അവരോട് പറഞ്ഞു ഐ വിൽ സിറ്റ് ഹിയർ. പറഞ്ഞു ഒക്കത്തില്ല, വലിയ തണുപ്പാണ്. ഭർത്താവ് ഇപ്പം വരെ അവർ വിളിച്ചു. പുള്ളി ലഫ്റ്റനൻറ്റ് കേണൽ ഓംപ്രകാശ് ഗുപ്ത, ഇവർ കോളേജ് പ്രിൻസിപ്പൽ. ഗുപ്താജി ചോദിച്ചു, ഇപ്പം ഇവർ പറഞ്ഞു ഇന്നൊരു ഫ്രണ്ട് ഇവിടെ വരുമെന്ന്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു, ഈസ് യുവർ ബോയ് ഫ്രണ്ട്? വരട്ടെ, അന്നേരത്ത് കാണാമെന്ന് പറഞ്ഞു. കോളേജിൽ ഒരുമിച്ച് പഠിച്ചായിരിക്കുന്നവർ കളിയാക്കി പറഞ്ഞു. ഏതായാലും കൊള്ളാം. ഞാൻ അവിടെ വരാന്തയിൽ തന്നെ ഇരുന്നു. ഇവർ മൊബൈലിൽ വിളിച്ചു. പുള്ളി ക്ലബിൽ നിന്ന്, മിലിറ്ററി ക്ലബിൽ നിന്ന് പെട്ടെന്ന് വന്നു. ഭാര്യ ഒത്തിരി വഴക്ക് പറഞ്ഞ് ഈ മനുഷ്യനെ ഇവിടെ തണുപ്പത്ത് ഇരുത്തിയെന്നും പറഞ്ഞു. ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ട് ഉള്ളിൽ കയറിയില്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾ ക്രിസ്ത്യൻസ്, സ്ത്രീകൾ തന്നെയുള്ള വീട്ടിൽ ഉള്ളിൽ കയറി ഇരിക്കത്തില്ല, ഞങ്ങളുടെ പ്രമാണമാണെന്ന് പറഞ്ഞു. 7 മണി മുതൽ അവരുടെ ഉപചാരങ്ങളെല്ലാം സ്വീകരിച്ച് രാത്രി 11 വരെ ആ തണുപ്പിന് അവിടെ ഇരുന്ന് സംസാരിച്ചു. ഞാൻ ബൈബിളിലെ ഒരു വാക്യം പറയുമ്പോൾ അദ്ദേഹം ഗീതയിലെ ഒരു വാക്യം പറയും. 2 വീക്കല്ലേ ഞാൻ ഗീത പഠിച്ചിട്ടുണ്ട്, പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് 2 പറയാം. അത് നോക്കിയാണ് ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിൻ്റെ അകത്ത് ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, അത് ഗീതയ്ക്കകത്തൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഗീതയ്ക്കകത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രജാപതി വരുമെന്ന്. അത് യേശു ക്രിസ്തു തന്നെയാണ്. കാരണം എന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്കും കടത്തണമേ എന്ന് തമസോമ ജ്യോതിർഗമയ അമൃതോമ മൃത്യുംഗമയ എന്നുള്ള ആ ശ്ലോകം ഞാൻ ഉദ്ധരിച്ചുകൊണ്ട് അത് വിശദീകരിച്ചു കൊടുത്ത് പറഞ്ഞു, വേദവ്യാസൻ കണ്ടത് ഈ പ്രജാപതിയായ യേശു ക്രിസ്തുവിനെയാണ്. അത് നിങ്ങളോട് പറയാനാണ് ഞാൻ വന്നേന്നും പറഞ്ഞ് അവിടെ കൊടുത്തു. കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ 1-2 പ്രശ്നം പറഞ്ഞു. ഞാൻ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നിർദ്ദേശിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ നല്ല തണുപ്പുള്ള ദിവസം, ഞാൻ കോട്ടിട്ടിട്ടില്ല, സെറ്ററാണ്. ആ ലഫ്റ്റനൻറ്റ് കേണൽ അകത്തെ മുറിയിൽ ചെന്ന് പുള്ളിയുടെ ഒരു നല്ല കോട്ടെടുത്ത് പുള്ളി തന്നെ ഇടിച്ച് എന്നോട് പറഞ്ഞു ഇത് പ്രസൻറ്റ് ഫോർ. ഞാൻ പറഞ്ഞില്ല, നാളെ രാവിലെ തിരിച്ചു കൊണ്ടുത്തരുമെന്ന് പറഞ്ഞു. അത് എന്തിനാന്ന് പറഞ്ഞാൽ വേറെ ഒരു വിശ്വാസിക്ക് ഇത് തിരിച്ചു കൊടുക്കാൻ വരുമ്പോൾ ഈ വീട്ടിലൊരു എൻട്രൻസിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നാളെ ഒരു മനുഷ്യൻ ഇത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ കൊടുപ്പിക്കുകയും ചെയ്തു. പോകാൻ നേരത്ത് പറഞ്ഞു, ദിസ് ഹൗസ് ഈസ് ഓപ്പൺ ഫോർ യു വെനെവർ യു കം ഹിയർ, കം ഹിയർ. ഇതിന് ശേഷം പല പ്രാവശ്യം എന്നെ അവർ വിളിക്കും. ഞാൻ അവർ വീട്ടിൽ പോയിട്ടുണ്ട്, പക്ഷെ അവരെ സ്നാനപ്പെടുത്തിയില്ല. കാരണം സ്നാനപ്പെടുത്തി ഒരു കൈ കൊടുക്കാൻ വിശ്വാസമുള്ള ഒരു കരം അവിടെ ഇല്ല. ഇത് ലഫ്റ്റനൻറ്റ് കേണൽ ഓംപ്രകാശ് ഗുപ്തയുടെ ചരിത്രം. ഇപ്പോഴും അവരുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ എൻ്റെ മൊബൈലിൽ അവർ വിളിക്കും, ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പോയ വഴി, ഞാൻ യാത്ര പോകുന്ന സമയത്ത് അവർ പ്രത്യേകമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കുറേ പാക്കറ്റ് ഫുഡ്സ് തന്നു. ഇത് കൊണ്ടുപോകണം, ഇത് വീട്ടിൽ കൊണ്ട് കൊടുക്കണം. നോർത്ത് ഇന്ത്യ മിനിസ്ട്രിക്ക് പോകുന്ന ഒരിടത്തു നിന്നും ഒരു പാക്കറ്റും തരാൻ കപ്പാസിറ്റി ഉള്ളവരാരുമില്ല കേട്ടോ, എല്ലാം പാവങ്ങളാണ്. പക്ഷേ ഇവർ റിച്ച് ഫാമിലി ആയതുകൊണ്ട് ഇന്നും അവർ ഞാൻ കൊടുത്ത ബൈബിൾ എന്നോട് ചോദിക്കുക എവിടെ വായിക്കേണ്ടതെന്ന് അവർ പ്രശ്നം വരുമ്പോൾ ഞാൻ ഉടനെ ഇന്നത് വായിക്കാൻ പറയും. അതുപോലെ അവിടെ നിന്നൊരു 40 കിലോമീറ്റർ അകലെ സുലിയാലി എന്ന സ്ഥലത്ത് ക്യാപ്റ്റൻ സ്വരൂപ് സിംഗ് ഉണ്ട്. ക്യാപ്റ്റൻ സ്വരൂപ് സിംഗ് ഒരു പാസ്റ്ററോട് പറഞ്ഞു, എനിക്ക് ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഒരാളിനെ തരണമെന്ന്. ഞാൻ പട്ടാൻകോട്ട് ചെന്നപ്പോൾ ഇയാൾ എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അനുജൻ കഴിഞ്ഞ മാസത്തിൽ മരിച്ചു, ചേട്ടനായ ഞാൻ എപ്പോഴും മരിക്കാം. ഈ കാണുന്ന പ്രോപ്പർട്ടി എല്ലാം എൻ്റെയാണ്. 100 ഏക്കറിൽ കൂടുതൽ അവിടെ ഒരു ടൗണിലുണ്ട് കേട്ടോ, ഹിമാചൽ. ആ മനുഷ്യൻ്റെ അത്ര റിച്ച. അവിടുത്തെ കാണുന്ന പട്ടണത്തിലുള്ള അവിടെ വില്ലേജാണ്. അവിടുത്തെ എല്ലാ കെട്ടിടവും അയാൾ പുള്ളി വാടകയ്ക്ക് കൊടുക്കുന്ന. അപ്പോൾ പുള്ളിയുമായിട്ട് സംസാരിച്ച് പുള്ളിയുടെ പ്രോബ്ലം
വലത്ത് കാല് മടങ്ങത്തില്ല, നൂരത്തില്ല, ഈസി ചെയറിൽ ഇരിക്കുക. ഞാൻ ഇദ്ദേഹത്തോട് 2.5 മണിക്കൂർ സംസാരിച്ചു. ഒരു വചനം പറയാനാണ് എന്നെ വിളിച്ചത്. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നൗ ടാക്കൂർ യു ക്യാൻ നീൽ ഡൗൺ എന്ന് പറഞ്ഞ് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ലത. ലത പറഞ്ഞു ഞാനിവിടെ ഇരിക്കാമെന്ന്. അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞ് ഞാനിരിക്കാൻ, പപ്പായ്ക്ക് ഇരിക്കാനൊക്കത്തില്ല, കാരണം വഴങ്ങത്തില്ല. അപ്പോൾ ഞാനൊരു 7 മിനിറ്റ് കർത്താവിനോട് പ്രാർത്ഥിച്ചു, ശബ്ദത്തിൽ വചനം പറഞ്ഞു. എൻ്റെ കൂടെ ബൈബിൾ 2 മണിക്കൂർ വചനം പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് 7 മിനിറ്റ് ഞാൻ പറഞ്ഞു, അഭി ഠാക്കൂർ തും ചാഹോഗെ തോ घुटने टेक ബൈ പാവോഗെ. മുമ്പേ പറഞ്ഞു ഇംഗ്ലീഷിൻ്റെ ഇന്ത്യ. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടുകുത്തി ഇരിക്കാമെന്ന് പറഞ്ഞു. കർത്താവ് അങ്ങനെ മുട്ടുകുത്തിച്ചു. ഞാൻ ആ മുട്ടുകുത്തിയെടുത്ത് നിന്ന് ഒരു 1/2 മണിക്കൂറോടെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന പ്രസംഗം ആ ഠാക്കൂർ ഭാര്യയും ഭർത്താവും ഏറ്റു ചൊല്ലി സ്വീകരിച്ചു. അതിനുശേഷം എന്നോട് പറഞ്ഞു, എനിക്കൊരു സംഘം ഇവിടെ നടത്തണം. സംഘം എന്ന് വെച്ചാൽ കൂട്ടായ്മ യോഗം, അവിടുത്തെ ഭാഷ എന്ന് വരണമെന്ന് ചോദിച്ചു. കലണ്ടർ നോക്കി വെച്ച് പറഞ്ഞു, ഈ ചോളമെല്ലാം വെട്ടി കഴിയുന്നതിന് 20 ദിവസം കഴിയും, 21-ാം ദിവസം വി ആർ ഫ്രീ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ടിക്കറ്റ് നോക്കി കൊണ്ടുവരാം, പക്ഷെ ഒരു വ്യവസ്ഥ, ഞാൻ വന്നാൽ ഭക്ഷണം തരണം, 2 നേരം കഴിക്കും ദിവസം. ഒരു നേരം 2 ചപ്പാത്തി, 3-ാമത്തെ ചപ്പാത്തി വേണ്ട, ചായ, തൈര് കൂടെ കിട്ടിയാൽ കൊള്ളാം, മറ്റൊന്നും വേണ്ട. വൈകിട്ടും അത് തന്നെ, ഉച്ചയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ചിലപ്പോൾ 2-3 പേരെ കൂടെ കൊണ്ടുവരും. പിന്നെ ഞാനൊരു വ്യവസ്ഥ പറഞ്ഞു, ഞാൻ പോകുമ്പോൾ എനിക്ക് പ്രസൻറ്റ് ഒന്നും തരരുത്, സമ്മതമാണേ വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു അതൊക്കത്തില്ല, നിങ്ങൾ അവിടെ നിന്ന് വരുന്ന ഫ്ലൈറ്റ് ചാർജോ റെയിൽവേ ഫ്രാഡോ എന്നൊക്കെ പറയുന്ന തുകയല്ലേ. ഞാൻ പറഞ്ഞൊക്കെ ശരിയാ, നിങ്ങൾ കർത്താവിൻ്റെ രക്ഷിതാവായി യഥാർത്ഥമായി സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. 2-ാമത്തെ പ്രാവശ്യം 21 ദിവസം കഴിഞ്ഞു. ഞാൻ വേറെ ഒരാളും കൂടി വന്നു. പട്ടാൻകോട്ടയിൽ നിന്ന് 3-4 പേരെയും കൂട്ടി. ഇവർ ബ്രാഹ്മണരാണ്. ബ്രാഹ്മണരിൽ നിന്ന് സ്നാനപ്പെട്ട് വന്ന ആളുകളെ കൂട്ടി. ഇവർ കളർ നോക്കിയ ആളുകൾക്ക് വിലയിടുന്നത്. ഇല്ലാത്ത ആളുകളെ അവരുടെ വീടുകളിൽ കയറാൻ സമ്മതിക്കത്തില്ല. ഏതായാലും കൊള്ളാം, 3 ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ആദ്യത്തെ ദിവസം തന്നെ അങ്ങേരെ ഓടി നടന്നു. ഭാര്യ വീട്ടിലെല്ലാം പോയി. ഭാര്യ വീട്ടിൽ നിന്ന് ആളിനെ കൊണ്ടുവന്നു, ഇവിടെ കെട്ടിച്ച മകളെ കൊണ്ടുവന്നു. പക്ഷേ അന്ന് നടന്ന സംഭവം, ഞാൻ ഡൽഹി കഴിഞ്ഞ് വിളിച്ചു പറഞ്ഞു, ഞാൻ ഡൽഹി കഴിഞ്ഞു, ഇനി ഒരു 8 മണിക്കൂർ കഴിഞ്ഞ് അവിടെ വരും. പുള്ളി പറഞ്ഞു, ആ ഞാൻ വരാം. ഹിന്ദി പറഞ്ഞു. എന്നെ കഹാധാനക്ക് വലിയ ലേക്കിൻ, ഞാൻ ചോദിച്ചു ലേക്കിൻ വേക്കിൻ ക്യാ, ഹിന്ദിയിലെ ശൈലിയ, എന്താ ലേക്കിൻ എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ, വലിയ മഴ പെയ്യുന്നു, ചോളമെല്ലാം മണ്ട് വീടിൻ്റെ പുറത്ത് കിടക്കുന്നു, ഒരു 200 ചാക്ക് കാണും. 4 ദിവസം ഉണങ്ങിയതാണ്, ഇന്ന് വാരി കെട്ടിയേ ഒക്കത്തുള്ളൂ, മഴ പെയ്താൽ മുഴുവൻ പോകും സാറേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒരു സാരവുമില്ല, ദൈവം എന്നോട് പറഞ്ഞു മൊബൈലിൽ മഴ പെയ്യും എന്ന് പറഞ്ഞു, പക്ഷെ ചോളം നനയത്തില്ലെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു, പാനി ബർസേക ലേക്കിൻ തുമാരെ ധാൻ ഏക് ബൂന്ത് ബി നൈ ഗീലേക. പറഞ്ഞതുപോലെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഞാൻ ചെന്നപ്പോൾ 200 ചാക്ക് കെട്ടി അവരുടെ ഒരു മുറി വെച്ചിരിക്കുന്നു. മുറ്റത്ത് വെള്ളം കിടപ്പുണ്ട്. സാറേ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നു. ഇതിൻ്റെ മണ്ടയിൽ മഴ പെയ്തില്ല. എനിക്ക് ഇത്രയും വിശ്വാസമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെയൊക്കെയാ ദൈവം എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ചത്. ആ കുടുംബം ഇന്ന് ബൈബിള് വായിച്ച്, പക്ഷെ അവരെ മുമ്പോട്ട് നടത്താൻ ആളില്ല. അവരെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? ഞാൻ ഫോണിൽ വിളിക്കും, അവരെന്നെ വിളിക്കും. എന്നാൽ ഒരു പാസ്റ്റർ കട്ടുവായിൽ നിന്ന് അവിടെ ചെന്നു പ്രാർത്ഥിച്ച് ഒരു ദിവസം ആരും എന്നാലും ഇവിടെ താമസിക്കാൻ വലിയ വീടാണ്. അതുപോലെ തന്നെ പോകാൻ നേരത്ത് പുള്ളി പറഞ്ഞു, ഞാൻ 200 രൂപയുടെ പെട്രോൾ അടിച്ചാൽ വന്നത്, എന്നിട്ട് നിങ്ങൾ തന്ന 200 രൂപ വരെ ഒരു 500 കൂടെ തരാൻ പറഞ്ഞു. 500 രൂപയുടെ കൊടുത്തേച്ച് എന്നെ ഉടനെ വിളിച്ചു. നിങ്ങൾ പൈസ വാങ്ങിക്കത്തില്ല, നിങ്ങളുടെ പേര് പറഞ്ഞു വരുന്നവർ പൈസ ചോദിക്കുന്ന എന്താ ചോദിച്ചു. ഞാൻ അടുത്ത പ്രാവശ്യം ചെന്ന് സൗജന്യമായ വേലയാണ് സുവിശേഷ വേല എന്നുള്ള ഭാഗങ്ങളെല്ലാം എടുത്ത് പഠിപ്പിച്ചു. അടുത്ത പ്രാവശ്യം ഈ പാസ്റ്റർ വന്നപ്പോൾ ഇവരിതെല്ലാം അങ്ങ് പഠിപ്പിച്ചു. എന്ന് വെച്ചാൽ പാസ്റ്ററെ കാട്ടിൽ അവർ വിശ്വാസത്തിൽ നിന്ന് ഉറച്ചു. ഒടുവിൽ പാസ്റ്റർ സോറി പറഞ്ഞു പോയി. അപ്പോൾ ഇന്ന് ഹിമാചലിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അവരെ